നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരത്ത് വൻ ലഹരിവേട്ട. 120 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. കുബണൂർ സ്വദേശി മൊയ്തീൻ കുഞ്ഞി, ജോഡ്കൽ സ്വദേശി ഫാറൂഖ് മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ SFI കാഞ്ഞങ്ങാട്ട് നടത്തിയ മാർച്ചിൽ സംഘർഷം. നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. കാസർഗോഡ് കുമ്പളയിൽ ഗൃഹനാഥനെയും കുടുംബത്തെയും ആയുധം ഉപയോഗിച്ച് ബന്ദികളാക്കി 42 പവൻ സ്വർണവും 1,00,000 ലക്ഷം രൂപയും കവർന്ന കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ. ഒറ്റ അദാലത്തിലൂടെ പൊതുജനങ്ങളുടെ 28 പരാതികളിൽ തീർപ്പുണ്ടാക്കി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ പരാതി പരിഹാര അദാലത്ത്. ഔഷധേതര വിപണന മേഖലയിൽ പുതിയ ലേബർ കോഡുകളുടെ പശ്ചാത്തലത്തിൽ സമ്മർദ്ദ വിപണന രീതികൾ പിന്തുടരുന്ന കമ്പനി മാനേജ്മെന്റുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം. KMSRA-യുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് തൊഴിലാളി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സഹപാഠിയുടെ ജീവൻ രക്ഷിച്ച കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയും SPC കേഡറ്റുമായ മുഹമ്മദ് സഹൽ ഷഹസാദിനെ NDRF 4th ബറ്റാലിയന്റെയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ അനുമോദിച്ചു. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരത്ത് വൻ ലഹരിവേട്ട. 120 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. കുബണൂർ സ്വദേശി മൊയ്തീൻ കുഞ്ഞി, ജോഡ്കൽ സ്വദേശി ഫാറൂഖ് മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. കാസർഗോഡ് മഞ്ചേശ്വരം ഉപ്പള ജോഡ്കലിൽ ബെലനോ കാർ തടഞ്ഞു നടത്തിയ പരിശോധനയിലാണ് 120 ഗ്രാം MDMA-യുമായി 2 പേരെ പിടികൂടിയത്. കുബണൂർ സ്വദേശിയായ മൊയ്തീൻ കുഞ്ഞിയും ജോഡ്കൽ സ്വദേശിയായ ഫാറൂഖ് മുഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന പ്രത്യേക സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വലയിലായത്. SI ഉമേഷാണ് നേതൃത്വം നൽകിയത്. മയക്കുമരുന്ന് കാറിൽ കർണാടകയിൽ നിന്നും കടത്തിക്കൊണ്ടുവരികയായിരുന്നുവെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. പിടിയിലായ 2 പേരും രാസലഹരിക്കടത്ത് വിൽപ്പന സംഘത്തിലെ പ്രധാന കണ്ണികളാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ SFI കാഞ്ഞങ്ങാട്ട് നടത്തിയ മാർച്ചിൽ സംഘർഷം. നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് SFI ജില്ലാ കമ്മിറ്റി അവകാശ പത്രിക മാർച്ച് കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധം അറിയിച്ചത്. SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP അഖില ഉദ്ഘാടനം ചെയ്തു. അവകാശങ്ങൾ കേരളത്തിനകത്തെ ഗവൺമെന്റിന് മുന്നിൽ SFI സമർപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ നമ്മളിവിടെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഈ കാസർഗോഡിനകത്ത് ഈ നഗരത്തിങ്ങനെ സംഘടിക്കുമ്പോൾ നമുക്കറിയാം, രാജ്യം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. വിദ്യാർത്ഥികൾ സംഘടിക്കുകയാണ്. ഈ നാടിനകത്ത് അനീതികൾ ഉണ്ടാകുമ്പോൾ ശബ്ദമുയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിട്ട് വിദ്യാർത്ഥികളാണ് ഈ നാടിന്റെ ചരിത്രത്തിന് മുന്നിൽ ഉയർന്നു നിന്നിട്ടുള്ളത്. ഇന്ന് രാജ്യത്തിന്റെ സ്ഥലത്താനത്തിന് മുന്നിൽ വലിയ തോതിലുള്ള ഒരു സമരം സംഘടിപ്പിക്കുകയാണ്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും എല്ലാം നേതൃത്വത്തിൽ SFI-യുടെ അഖിലേന്ത്യാ ഭാരവാഹികൾ ഉൾപ്പെടെ നിരാഹാരം സമരം സംഘടിപ്പിച്ചത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ നാടിനകത്ത് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്നാലോചിക്കുമ്പോൾ, വിദ്യാഭ്യാസം എന്നാലോചിക്കുമ്പോൾ, നീറ്റ് പരീക്ഷകൾ എന്നാലോചിക്കുമ്പോൾ, നെറ്റ് പരീക്ഷകൾ എന്നാലോചിക്കുമ്പോൾ, CBSE പരീക്ഷകൾ എന്നാലോചിക്കുമ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഭയമാണ്, ആത്മഹത്യാ പ്രേരണയാണ് എന്ന് ഈ നാടിനകത്തെ കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറയുന്ന ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു കാഴ്ചയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം കണ്ടുപോയിട്ടുള്ളത്. നീറ്റ് പരീക്ഷാ പേപ്പർ ഇങ്ങനെ ചോർന്നു പോകുന്നൊരു വാർത്ത നമ്മൾക്ക് മുന്നിലേക്ക് കടന്നു വന്നു. 22
വിദ്യാർത്ഥികൾ ഇതോടടങ്കം ആത്മഹത്യ ചെയ്യുന്ന നിലയടക്കമുണ്ടായി. ഒരുപാട് വിദ്യാർത്ഥികൾ ഇങ്ങനെ നീറ്റ് പരീക്ഷ എഴുതുന്നതിന് വേണ്ടി രാവ് പകലിങ്ങനെ പട്ടിണി കിടന്ന് ഉറങ്ങാതെ ഇങ്ങനെ കാത്തിരുന്ന് പരീക്ഷ എഴുതുവാൻ വേണ്ടി എത്രയോ വിദ്യാർത്ഥികൾ കാത്തിരുന്ന് പഠിച്ചു. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അദിനാൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സജീഷ് കോവൽപ്പള്ളി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അഭിചന്ദ് ചെറുവത്തൂർ, കവിതാ കൃഷ്ണൻ, കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി PK മഞ്ജിഷ എന്നിവർ സംസാരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി M അനുരാജ് സ്വാഗതം പറഞ്ഞു. നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് കുമ്പളയിൽ ഗൃഹനാഥനെയും കുടുംബത്തെയും ആയുധം ഉപയോഗിച്ച് ബന്ദികളാക്കി 42 പവൻ സ്വർണവും 1,00,000 ലക്ഷം രൂപയും കവർന്ന കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ. കർണാടക സ്വദേശിയായ സംബ്യ അസീസ് എന്ന അബ്ദുൾ അസീസിനെ പുത്തൂരിൽ നിന്നുമാണ് കാസർഗോഡ് ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടിയത്. 2012 ഡിസംബർ 22 രാത്രിയായിരുന്നു നാടിനെ നടുക്കിയ കവർച്ച. കുമ്പള അനിൽ കുംബ്ലെ റോഡിലെ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർ രാജേഷ് ഷേണായിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ മുഖംമൂടി ധരിച്ച സംഘം ഗൃഹനാഥന്റെ മുഖത്തേക്ക് ദ്രാവകം സ്പ്രേ ചെയ്ത് ബോധം കെടുത്തിയ ശേഷമാണ് സ്വർണവും പണവും കവർന്നത്. രാത്രി 9 മണിയോടെ ഗൃഹപ്രവേശന ചടങ്ങിനെ ക്ഷണിക്കാനെത്തിയ കുടുംബസുഹൃത്താണ് സംഭവം പുറത്തറിഞ്ഞത്. കേസിൽ നേരത്തെ 10 പ്രതികൾ അറസ്റ്റിലായിരുന്നു. പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ച 4 പേരിൽ പ്രധാനിയാണ് ഇപ്പോൾ പിടിയിലായ അസീസ്. ക്രൈംബ്രാഞ്ച് DYSP P മധുസൂദനൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഒറ്റ അദാലത്തിലൂടെ പൊതുജനങ്ങളുടെ 28 പരാതികളിൽ തീർപ്പുണ്ടാക്കി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ പരാതി പരിഹാര അദാലത്ത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള പഞ്ചായത്തിലെ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. പലവിധ കാര്യങ്ങളിൽ തീർപ്പാവാതെ കിടന്ന പ്രശ്നങ്ങളിൽ കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചത്. 100-ലധികം പേർ പങ്കെടുത്ത അദാലത്തിൽ ആകെ 59 പരാതികളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 28 പരാതികളിൽ കൈയോടെ തീർപ്പ് കൽപ്പിച്ചു. 3 പരാതികൾ മറ്റ് വകുപ്പുകളിലേക്ക് കൈമാറുന്നതിന് നടപടികൾ സ്വീകരിച്ചു. ബാക്കിയുള്ളവ പഞ്ചായത്തിലെ വിവിധ സെക്ഷനുകളിലേക്ക് തുടർ നടപടികൾക്കായി കൈമാറി. പരാതി പരിഹാര അദാലത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. പേഴ്സൺമാർ, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ എല്ലാ മാസങ്ങളിലും ഇങ്ങനെയുള്ള പരാതികൾ നമുക്കിവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഓരോരാൾക്കും ഓരോ പരാതികളുണ്ടാകും. നമുക്കറിയാം LSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളുണ്ടാവും, അതുപോലെ നമ്മുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളുണ്ടാവും, അതേപോലെ തീരദേശ മേഖലകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പരാതികളുണ്ടാവും. അങ്ങനെ ഓരോ മേഖലകളിലും ഉൾപ്പെട്ടിട്ടുള്ള പരാതികളുമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പരാതികൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിലേക്ക് അപ്പം അങ്ങനെയുള്ള പരാതികൾ ഇന്ന് തീർപ്പാക്കാൻ പറ്റുന്നത് നമുക്ക് ഇന്ന് തന്നെ തീർപ്പാക്കുകയും മറ്റുള്ളത് തൊട്ടടുത്ത ഏതെല്ലാം സെക്ഷനിലേക്കാണ് നമുക്ക് ഏകദേശം. അപ്പം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേടുന്നതോടൊപ്പം അതേപോലെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ TS നജീബ്, MK പ്രസന്ന, ഫാത്തിമത്ത് അഷ്റീഫ, സെക്രട്ടറി പ്രമീള ബോബി എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് നേതൃത്വത്തിൽ തുടർന്നും അദാലത്തുകൾ സംഘടിപ്പിക്കുവാൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനിയൊരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shoppika Weddings, the bridal legacy.
ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വാർത്തകൾ തുടരുന്നു. ഔഷധേതര വിപണന മേഖലയിൽ പുതിയ ലേബർ കോഡുകളുടെ പശ്ചാത്തലത്തിൽ സമ്മർദ്ദ വിപണന രീതികൾ പിന്തുടരുന്ന കമ്പനി മാനേജ്മെന്റുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം KMSRAയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് തൊഴിലാളി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മിഥുന്റെ മരണത്തിന് ഉത്തരവാദിയായ മാനേജർമാർക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുക്കുക, കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് വെച്ച് തൊഴിലാളികളുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന പ്രതിഷേധ കൂട്ടായ്മ CITU കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV രാഘവൻ ഉദ്ഘാടനം ചെയ്തു. എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായിട്ട് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമായിട്ട് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാലോ, നമ്മളൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ കുടുംബം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ കുടുംബത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള തൊഴിലെടുക്കുക എന്നുള്ളത് തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ ഔഷധ മേഖല എന്ന് പറയുന്ന ഒരു പ്രത്യേക മേഖലയാണ്. നമ്മുടെ രാജ്യത്തിനകത്തും ലോകത്തും തന്നെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ് ഔഷധ മേഖല എന്ന് പറയുന്നത്. ആ ഔഷധ മേഖലയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന വസ്തുത. എന്താണ് തൊഴിലാളികൾ ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണയുണ്ടാക്കുന്നത്? ഇപ്പോൾ സാധാരണയായിട്ട് മരുന്ന് കമ്പനികൾ, ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എബേർട്ട് എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനി, ആ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി, അതും 6 മാസക്കാലം മാത്രമായിട്ട്
ജോലി ചെയ്യാണ്. 6 മാസക്കാലമായിട്ട് അയാൾ ജോലിയിൽ കയറിയിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 6 മാസക്കാലത്തിനിടയിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ അതിജീവിക്കാൻ കഴിയാത്ത, തൊഴിൽ മേഖലയിൽ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ആ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ്. KMSRA ജില്ലാ പ്രസിഡന്റ് ബാബു മീത്തൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഷിബു KV സ്വാഗതം പറഞ്ഞു. പ്രതിഷേധ കൂട്ടായ്മ CITU കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് കാര്യമ്പു, KMSRA സംസ്ഥാന കമ്മിറ്റി അംഗം മനോജ് P തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് V രാജൻ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സഹപാഠിയുടെ ജീവൻ രക്ഷിച്ച കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയും SPC കേഡറ്റുമായ മുഹമ്മദ് സഹൽ ഷഹസാദിനെ NDRF 4th ബറ്റാലിയന്റെയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ അനുമോദിച്ചു. കഴിഞ്ഞ വർഷം ഷഹസാദ് നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനത്തെ അനുമോദിക്കുന്നതിനാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സഹപാഠിയുടെ ജീവൻ രക്ഷിച്ച കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയും SPC കേഡറ്റുമായ മുഹമ്മദ് സഹൽ ഷഹസാദിനെ NDRF 4th ബറ്റാലിയന്റെയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ അനുമോദിച്ചു. കഴിഞ്ഞ വർഷം ഷഹസാദ് നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനത്തെ അനുമോദിക്കുന്നതിനാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങി ശ്വാസതടസ്സം നേരിട്ട സഹപാഠിയെ ദിവസങ്ങൾക്ക് മുൻപ് NDRF സ്കൂളിൽ നടത്തിയ പരിശീലനത്തിൽ ലഭിച്ച അറിവിലൂടെ പ്രാഥമിക ശുശ്രൂഷ നൽകി രക്ഷിച്ചതിനാണ് കുട്ടിയെ അനുമോദിച്ചത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉപഹാരം നൽകി കുട്ടിയെ അനുമോദിച്ചു. കേൾക്കുമ്പോൾ ചെറിയൊരു പ്രവൃത്തിയായിട്ട് തോന്നുന്നത് ഒരാളുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അയാൾ അന്ന് ചെയ്തത്. പ്രധാനമായിട്ടും നമ്മൾ പല കാര്യങ്ങളും ജീവിതത്തിൽ ചെറിയ വിഷയമെന്ന് തോന്നുന്നത് പല സമയത്തും ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് തന്നെ മാറും. അത് തന്നെയാണ് നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ്ങിൽ പല സമയത്തും നടത്താറുണ്ട്. അപ്പോൾ ആ ട്രെയിനിങ്ങിൽ ഓരോ കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. ആ ട്രെയിനിങ്ങിൽ പറയുന്ന പല കാര്യങ്ങളും കുറേയൊക്കെ പങ്കെടുക്കുന്നവർ കാര്യമായിട്ട് എടുക്കാറുണ്ട്. എന്നാലും അത് കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ട് അത് ഉപകാരപ്രദമാകുന്ന ചുരുക്കം ചില സന്ദർഭങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭമാണ് കഴിഞ്ഞ വർഷം ഇവിടെ ഈ സ്കൂളിൽ നടന്നത്. ഈ സഹലിന് എല്ലാവിധ ആശംസകളും അറിയിക്കാനും ഇതിലൂടെ ഒരുപാട് മെസ്സേജസാണ് സഹൽ നൽകുന്നത്. എപ്പോഴും ലൈഫ് സ്കിൽസ്, എല്ലാ തരത്തിലുള്ള ലൈഫ് സ്കിൽസ് ചെറിയൊരു സ്കൂൾ തലത്തിൽ തൊട്ട് എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമാണ്. കൂടാതെ തന്നെ ബേസിക് ലൈഫ് സപ്പോർട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്സ് എല്ലാം നമ്മുടെ സ്കൂൾ തലത്തിൽ അതിൻ്റെ പ്രാധാന്യം കൂടെയാണ് ഈ ഒരു കാര്യത്തിലൂടെ നമ്മൾ നൽകുന്നത്. സംഭവം ഞാൻ അവന് ഭക്ഷണം കഴിക്കുന്നിടയിൽ അവൻ്റെ തൊണ്ടയിൽ കുടുങ്ങിയപ്പോൾ ഞാൻ അവൻ്റെ പിറകിൽ പോയി ചെസ്റ്റിന് താഴെ പിടിച്ചപ്പോൾ പ്രസ് ചെയ്ത് നമ്മൾ ഛർദ്ദിച്ച് എല്ലാം പുറത്തു വരും. ഇത് NDRFിൻ്റെ ട്രെയിൻ കിട്ടിയതിന് 2 ദിവസം ശേഷം സംഭവം. ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ട് ടീച്ചർ പിന്നെ എല്ലാവരും അറിയിച്ചിട്ടാകുമ്പോൾ എല്ലാവരും അങ്ങോട്ടും കൂടെ പറഞ്ഞു. ഇല്ലില്ല, അവർക്ക് വെപ്രാളൊന്നും ഉണ്ടായിട്ടാണ്. ഞാൻ ഓരോ പറഞ്ഞനുസരിച്ച് ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോൾ 4ാം ബറ്റാലിയൻ കമാൻഡന്റ് ശൈലേന്ദ്ര സിംഗ് രത്തോഡ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഹോസ്ദുർഗ് തഹസിൽദാർ K രമേശൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ N വേണുനാഥൻ, SPC CPOമാരായ തുഷാര M, ശ്രീജിത്ത് PV എന്നിവർ സംസാരിച്ചു. ഞാൻ പ്രവീൺ S പ്രസാദ്, ഡെപ്യൂട്ടി കമാൻഡന്റ് ഓപ്പറേഷൻസ് 4ാം ബറ്റാലിയൻ NDRF. ഇന്ന് ഇവിടെ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്രീ മുഹമ്മദ് ഷഹൽ ഷഹസാദ് എന്ന വിദ്യാർത്ഥിയുടെ ഒരു അനുമോദന ചടങ്ങാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ NDRFിൻ്റെ ടീം ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു സ്കൂൾ സേഫ്റ്റി പ്രോഗ്രാം, ഒരു ദിവസത്തെ സ്കൂൾ സേഫ്റ്റി പ്രോഗ്രാം നടത്തുകയുണ്ടായി. അതിൽ ഫസ്റ്റ് എയ്ഡ്, CPR, ബ്ലീഡിംഗ് കൺട്രോൾ, FBO തുടങ്ങി ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് കുട്ടികളെ പഠിപ്പിക്കുകയുണ്ടായി. അതിന് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഉച്ചഭക്ഷണ സമയത്ത് ഒരു സഹപാഠി തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി സഹായത്തിന് നോക്കുന്ന സമയത്ത് ശ്രീ മുഹമ്മദ് ഷഹൽ ഷഹസാദ് വളരെ സംയോജിതമായി കൃത്യമായും ധീരതയോടും കൂടി ഹെംലിക് മനൂവർ എന്ന ഫോറിൻ ബോഡി എയർവേ ഒബ്സ്ട്രക്ഷൻ ക്ലിയർ ചെയ്യാനുള്ള മെത്തേഡ് വളരെ കൃത്യമായി ഉപയോഗിച്ച് സഹപാഠിയുടെ ജീവൻ രക്ഷിക്കുകയുണ്ടായി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് P സുമ സ്വാഗതവും ദേശീയ ദുരന്ത നിവാരണ സേന ഡെപ്യൂട്ടി കമാൻഡന്റ് പ്രവീൺ S പ്രസാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ ചെറുവത്തൂരിലെ K ബാലകൃഷ്ണന്റെ വിയോഗത്തോടെ
നാടിന് നഷ്ടമായത് തീരദേശ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച സൗമ്യനായ പൊതുപ്രവർത്തകനെ. ചെറുവത്തൂർ മടക്കര മത്സ്യബന്ധന തുറമുഖത്തിന്റെ സ്ഥാപനത്തിനുൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് കാടാങ്കോട്ടേക്ക് എത്തിയത്. നീലേശ്വരം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന നേതാവുമായ കാടാങ്കോട്ടെ കെ ബാലകൃഷ്ണൻ കുറച്ചുനാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ബുധനാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. സൗമ്യനായ പൊതുപ്രവർത്തകന് അന്തിമോപചാരം അർപ്പിക്കാൻ നാടിന്റെ നാനാതുറകളിലുള്ള നൂറുകണക്കിന് ആളുകളെത്തി. വ്യാഴാഴ്ച രാവിലെ 9 ചെറുവത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തിച്ച കെ ബാലകൃഷ്ണന്റെ ഭൗതികദേഹത്തിൽ DCC പ്രസിഡന്റ് PK ഫൈസൽ കോൺഗ്രസ് പതാക പുതപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷൻ VV രമേശൻ, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T നാരായണൻ, KPCC സെക്രട്ടറി M അസിനാർ, DCC ഭാരവാഹികളായ KV സുധാകരൻ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, MC പ്രഭാകരൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി R ഗംഗാധരൻ, KPCC അംഗങ്ങളായ KV ഗംഗാധരൻ, കരിമ്പിൽ കൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാധവൻ മണിയറ, നീലേശ്വരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മടിയൻ ഉണ്ണികൃഷ്ണൻ, തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് KK ബാബു, സംസ്ഥാന സെക്രട്ടറി പ്രദീപൻ തുരുത്തി, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KR കാർത്തികേയൻ, ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് P രാമചന്ദ്രൻ, മഹിളാ കോൺഗ്രസ് നീലേശ്വരം ബ്ലോക്ക് പ്രസിഡന്റ് K മീര തുടങ്ങി നിരവധി പൊതുപ്രവർത്തകർ അന്തിമോപചാരം അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. രാമായണ ശീലുകളുടെ ധന്യതയിൽ ശ്രീരാമ സേവാ സമിതി സത്സംഗം മാവുങ്ങാലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വാൽമീകി രാമായണ പാരായണ യജ്ഞത്തിന് ഭക്തി നിർഭരമായ തുടക്കം. തന്ത്രിവര്യനും സമിതി സംയോജകനുമായ ബ്രഹ്മശ്രീ എടമന ഈശ്വരൻ തന്ത്രികൾ ദീപപ്രജ്വലനം നടത്തി. രാമായണ ശീലുകളുടെ ധന്യതയിൽ ശ്രീരാമ സേവാ സമിതി സത്സംഗം മാവുങ്ങാലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വാൽമീകി രാമായണ പാരായണ യജ്ഞത്തിന് തുടക്കമായി. ശ്രീരാമക്ഷേത്ര തന്ത്രിവര്യനും സമിതിയുടെ സംയോജകനുമായ ബ്രഹ്മശ്രീ എടമന ഈശ്വരൻ തന്ത്രികൾ ദീപപ്രജ്വലനം നടത്തി 1 വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികൾക്ക് സമാരംഭം കുറിച്ചു. തുടർന്ന് സമിതി അംഗങ്ങൾ രാമായണ മഹാത്മ്യം മുതലുള്ള സർഗങ്ങൾ വായിച്ച് സമർപ്പിച്ചു. സംസ്കൃത പണ്ഡിതനും ഭാഗവതാചാര്യനുമായ ബ്രഹ്മശ്രീ TK രാധാകൃഷ്ണൻ നമ്പൂതിരി ആധ്യാത്മിക രാമായണത്തെ അധികരിച്ച പ്രഭാഷണം നടത്തി. ആദ്യം വേണ്ട സമാധാനത്തിന് നമുക്കെന്താണ് അതിന് ഭാരതീയ സനാതന ധർമ്മത്തിൽ നമുക്ക് ഉപദേശിച്ചിട്ടുള്ള വഴി എന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടത് ഒറ്റൊന്നേ ഉള്ളൂ. ഭക്തി ഉണ്ടെങ്കിൽ തീർച്ചയായും സമാധാനം ഉണ്ടാവും. ആർക്കാ സമാധാനം ഇല്ലാത്തത്? ഓൻ്റെ മനസ്സ് അലകടലായിട്ട് പാഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഓന് അവനവൻ്റെ മനസ്സിനുള്ള സുഖങ്ങളായാലോ ദുഃഖങ്ങളായാലോ അത് സമർപ്പിക്കാനുള്ള ഒരു സ്ഥലം ഉള്ളവർക്ക് എന്തുണ്ട്? അതായത് ഭക്തി ഉള്ളവർക്ക് എന്തുണ്ട്? ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉള്ളവർക്ക് എന്തുണ്ട്? അതവിടെ സമർപ്പിക്കാനുള്ള ഒരു വഴി സനാതന ധർമ്മം നമ്മൾ ഉപദേശിച്ചിട്ടുള്ള വലിയൊരു കാവ്യമാണ്, ആദി കാവ്യമാണ് രാമായണം എന്ന് പറയുന്നത്. അത് ഈ രാമായണത്തിലെ രമ്യ രാമായണീ കഥ എന്ന് വെച്ചാൽ ഏറ്റവും രമ്യമായിട്ടുള്ള കഥയാണ് രാമായണ കഥ. ഈ രാമൻ്റെ കഥ കേട്ടാലും അതുപോലെ തന്നെ അറിഞ്ഞാലും ആ രാമൻ്റെ ജീവിതം, രാമൻ്റെ ഗുണങ്ങൾ, സീതാദേവിയുടെ പാതിവ്രത്യ ധർമ്മം, അതുപോലെ അന്നത്തെ കാലത്തുള്ള രാജധർമ്മം, നമ്മളെ ഭാവനയിലുള്ള രാമൻ്റെ രാജ്യം. വിഷ്ണു സഹസ്രനാമ പാരായണവും നടന്നു. ചടങ്ങിൽ വെച്ച് കാഞ്ഞങ്ങാട്ടെ പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ AC പത്മനാഭനെ എടമന ഈശ്വരൻ തന്ത്രിയും ഹരിഹരൻ നമ്പ്യാരും ചേർന്ന് ആദരിച്ചു. പ്രഭാഷകൻ TP രാധാകൃഷ്ണൻ നമ്പൂതിരിയെയും ആദരിച്ചു. ശ്രീരാമ സേവാ സമിതി സത്സംഗം മാവുങ്ങാലിന്റെ അംഗങ്ങളും ഭാരവാഹികളും നാട്ടുകാരും പരിപാടിയിൽ സംബന്ധിച്ചു. 1 വർഷക്കാലം തുടരുന്ന വാൽമീകി രാമായണ യജ്ഞം എല്ലാ മലയാള മാസവും ആദ്യത്തെ ബുധനാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. PP രാധിക ടീച്ചർ, സുമാ രാഘവൻ, രുക്മിണി ദാമോദരൻ, രാജേശ്വരി അമ്മ, ഹരിഹരൻ നമ്പ്യാർ, പഞ്ചായത്ത് അംഗം സജി കുന്നുമ്മൽ, ചന്ദ്രശേഖരൻ തൈക്കടപ്പുറം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്.
the best place of mine. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangad. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡിംഗ് ഫെസ്റ്റ്. വെഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. ഹോട്ടലുകളിലെ ശുചിത്വം പരിശോധിച്ച് പോരായ്മകൾ ഹോട്ടൽ ഉടമകൾക്ക് ബോധ്യപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി രൂപം കൊടുത്ത ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തനം തൃക്കരിപ്പൂരിലും തുടങ്ങി. തൃക്കരിപ്പൂർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ പരിപാലനം മുഖ്യമായി ലക്ഷ്യമിട്ട് സംഘടന വിവിധ ജില്ലകളിൽ നടപ്പാക്കി വിജയിച്ച ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തനം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃക്കരിപ്പൂർ യൂണിറ്റ് പരിധിയിലും തുടക്കമിട്ടു. 16 വർഷം മുമ്പാണ് ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന ആശയം അസോസിയേഷൻ നടപ്പാക്കിയത്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനിലെ അംഗസ്ഥാപനങ്ങളിലാണ് ശുചിത്വാവബോധം ലക്ഷ്യമിട്ട് പദ്ധതി നടപ്പാക്കിയത്. തൃക്കരിപ്പൂർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ ഉദ്ഘാടനം ചെയ്തു. ഹോട്ടലിൽ ചെല്ലുമ്പോൾ അവര് നിയമാനുസൃതമാണോ അവിടെ സപ്ലൈ ചെയ്യുന്നത്, എന്തെല്ലാം സ്വീകരിക്കുന്നുണ്ട്, തൊപ്പി ധരിക്കുന്നുണ്ട്, ഭക്ഷണ സാധനങ്ങൾ മൂടി വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടോയ്ലറ്റ് പോലുള്ള ഭാഗങ്ങളിൽ വൃത്തിയുള്ളതാണോ, സ്റ്റോർ റൂം വൃത്തിയുള്ളതാണോ, അതുപോലെ തന്നെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ടോ, വെള്ളം പരിശോധിച്ചിട്ടുണ്ടോ നിയമാനുസൃതമായിട്ട്. ഇങ്ങനെ ഉദ്യോഗസ്ഥർ, അതായത് ഹെൽത്ത് ഉദ്യോഗസ്ഥരോ ഒരു FSS ഉദ്യോഗസ്ഥരോ ഒരു സ്ഥാപനത്തെ കയറി പരിശോധിച്ച് എന്തെല്ലാമാണ് അവർ നോക്കി കണ്ട് പരിശോധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് ഹോട്ടൽ അസോസിയേഷൻ സ്കോർ കയറി പരിശോധിക്കുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. അവരെ ഒരു നല്ല രീതിയിലുള്ള ഹൈജീൻ സ്ഥാപനമാക്കി വളർത്തുവാൻ, ഹൈജീൻ ഉള്ളൊരു സ്ഥാപനമാക്കി വളർത്തുവാനും നല്ലൊരു ഭക്ഷണ സംസ്കാരം സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡുകൾ 14 ജില്ലകളിലും അതിനോടനുബന്ധിച്ച് വിവിധ യൂണിറ്റുകളിൽ രൂപീകരിച്ചിട്ടുള്ളത്. എനിക്ക് തൃക്കരിപ്പൂർ ഇവിടുത്തെ യൂണിറ്റിലെ അംഗങ്ങളോട് പറയാനുള്ളത്, നാം ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതും സത്യസന്ധവും നിയമാനുസൃതവും സംഘടന നിർദ്ദേശിക്കുന്ന രീതിയിലുമായിരിക്കണം എന്ന് മാത്രമാണ് ഈ
റെസ്റ്റോറന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് മനോജ് കുമാർ നേരിടിൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അസീസ് മൂസ, സംസ്ഥാന സെക്രട്ടറിമാരായ കെ മനോഹരൻ, ഷിനോജ് റഹ്മാൻ, ജില്ലാ പ്രസിഡന്റ് രഘുവീർ പൈ, സെക്രട്ടറി ബിജു മുണ്ടപ്പുഴ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് CH അബ്ദുൽ റഹീം, AG നൂറുൽ അമീൻ, റെസ്റ്റോറന്റ് അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി വിജയൻ തൃക്കരിപ്പൂർ, PV പ്രകാശൻ, P വിജയൻ, M പവിത്രൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. BMS ബസ് ആൻഡ് ഹെവി വെഹിക്കിൾസ് സംഘ് ഹോസ്ദുർഗ് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ BMS സ്ഥാപക ദിനം ആചരിച്ചു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിന് മുന്നിൽ BMS ജില്ലാ സെക്രട്ടറി KV ബാബു പതാക ഉയർത്തി യോഗം ഉദ്ഘാടനം ചെയ്തു. BMS ആൻഡ് ഹെവി വെഹിക്കിൾസ് സംഘ് ഹോസ്ദുർഗ് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 23 BMS സ്ഥാപക ദിനം ആചരിച്ചു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിന് മുന്നിൽ BMS ജില്ലാ സെക്രട്ടറി KV ബാബു പതാക ഉയർത്തി യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രദേശിലെ ഭോപ്പാലിൽ വെച്ച് രൂപം കൊണ്ട ഭാരതീയ മസൂർ സംഘം 72ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് രാജ്യത്തെ തൊഴിലാളി രംഗത്ത് ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായി ഈ സംഘടന മാറി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തൊഴിലാളിവൽക്കൃത വ്യവസായം, വ്യവസായവൽക്കൃത രാഷ്ട്രം എന്നുള്ള ഉദാത്തമായ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന, ദേശീയ ബോധമുള്ള ഒരു തൊഴിലാളിയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഭാരതീയ മസൂർ സംഘം പ്രവർത്തിക്കുന്നത്. 72ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മറ്റെല്ലാ ട്രേഡ് യൂണിയനുകളെയും പിന്നിലാക്കിക്കൊണ്ട് നിസ്വാർത്ഥമായ ആത്മാർത്ഥമായ ഒരുപറ്റം പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഭാരതീയ മസൂർ സംഘം അതിൻ്റെ ഇന്നത്തെ ജന്മനാളിൽ കൊണ്ടാടുന്നത്. സ്ഥാപന ദിനവുമായി ബന്ധപ്പെട്ട് ജൂലൈ 1 മുതൽ 30 വരെ എല്ലാ യൂണിറ്റിലും കുടുംബ സംഗമങ്ങളും സേവാനിധിയും പാവപ്പെട്ട തൊഴിലാളികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സേവാനിധി സ്വരൂപിക്കുകയും BMS ജില്ലാ ഉപാധ്യക്ഷൻ പറശ്ശിനി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി അനീഷ്, ഭാസ്കരൻ ചെമ്പിലോട്ട്, ജയേഷ് കാരാക്കോട്, രാധാകൃഷ്ണൻ RK, മഞ്ജു പുല്ലൂർ, ശ്യാം പ്രകാശ്, ഷാജി കൊളവയൽ, സതീഷ് കല്യാൺ, പ്രമോദ് കൊളവയൽ, സുജി മൂവാരിക്കുണ്ട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാമണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശാഭിമാനി അക്ഷരമുറ്റം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ചിത്താരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് A പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളിൽ അറിവും പൊതുവിജ്ഞാനവും വളർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ദേശാഭിമാനി അക്ഷരമുറ്റം പദ്ധതിയുടെ ഭാഗമായി ചിത്താരി സർവീസ് സഹകരണ ബാങ്കിന്റെ പരിധിയിലെ മുഴുവൻ സ്കൂളുകളിലും നൽകുന്ന ദേശാഭിമാനി പത്രത്തിന്റെ ഉദ്ഘാടനം രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ചിത്താരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് A പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഉണ്ട്. അതൊക്കെ നമ്മൾ പരമാവധി നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉയർന്നു വരുന്നതിന് പ്രധാനപ്പെട്ടതാണ്. വായന എന്നുള്ളത് ഒരിക്കലും മരിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ വായന മരിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ സാധാരണ വായനയിൽ നിന്ന് കുറേയൊക്കെ നമ്മൾ ഈ വായനയിലേക്ക് പോകുന്നു എന്നുള്ളൊരു പ്രത്യേകത അതിനുണ്ട്. പത്രവും ഈ പത്രമായി നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിലേക്ക് പത്രം എത്തിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ ഏത് പത്രത്തിൻ്റെയും ഈ വേർഷൻ നമുക്ക് കാണാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അറിയേണ്ടത് നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ അപ്പുറത്ത് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. സ്കൂൾ PTA പ്രസിഡന്റ് P രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക B പ്രേമ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രതീഷ് വെള്ളംതട്ട, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി P സതീശൻ മാസ്റ്റർ, ദേശാഭിമാനി പ്രതിനിധി C സുരേഷൻ, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് P ദിവ്യ ടീച്ചർ, അനീഷ് ദീപം, ധന്യ അരവിന്ദ്, ചിത്താരി ബാങ്ക് ഭരണസമിതി അംഗം പ്രേമ നാരായണൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ VK പ്രിയ സ്വാഗതവും ചിത്താരി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി കരുണാകരൻ കുന്നത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭാരതീയ മസ്ദൂർ സംഘിന്റെ 72ാം സ്ഥാപക ദിനം ആഘോഷിച്ചു. ചൌക്കി ജംഗ്ഷനിൽ BMS ചൌക്കി യൂണിറ്റ് പ്രസിഡന്റ് ദയാനന്ദ് ചൌക്കി കടപ്പ പതാക ഉയർത്തി. ഭാരതീയ മസ്ദൂർ സംഘിന്റെ 72ാം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി ചൌക്കി ജംഗ്ഷനിൽ BMS ചൌക്കി യൂണിറ്റ് പ്രസിഡന്റ് ദയാനന്ദ ചൌക്കി കടപ്പ പതാക ഉയർത്തി. BMS ചൌക്കി യൂണിറ്റ് ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് രാംനഗർ ആമുഖ പ്രഭാഷണം നടത്തി.
ചൌക്കി സഹകരണ ബാങ്ക് മാനേജർ ദീപക് കുഡ്ലുവും അംഗങ്ങളും പങ്കെടുത്തു. അതോടൊപ്പം BMS ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ്, BMS മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് യൂണിറ്റ് പ്രസിഡന്റ്, ചൌക്കി യൂണിറ്റ് പ്രസിഡന്റ്, ചൌക്കി ഓട്ടോ ഡ്രൈവേഴ്സ് സംഘടനാ അധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ച് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ദയാനന്ദ് ചൌക്കി കടപ്പാറയെ BMS ചൌക്കി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദീപക് കുഡ്ലു ആദരിച്ചു. തുടർന്ന് മധുരം വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരത്ത് വൻ ലഹരിവേട്ട. 120 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. കുബണൂർ സ്വദേശി മൊയ്തീൻ കുഞ്ഞി, ജോഡ്കൽ സ്വദേശി ഫാറൂഖ് മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ SFI കാഞ്ഞങ്ങാട്ട് നടത്തിയ മാർച്ചിൽ സംഘർഷം. നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. കാസർഗോഡ് കുമ്പളയിൽ ഗൃഹനാഥനെയും കുടുംബത്തെയും ആയുധമുപയോഗിച്ച് ബന്ദികളാക്കി 42 പവൻ സ്വർണവും 1/4 ലക്ഷം രൂപയും കവർന്ന കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ. ഒറ്റ അദാലത്തിലൂടെ പൊതുജനങ്ങളുടെ 28 പരാതികളിൽ തീർപ്പുണ്ടാക്കി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ പരാതി പരിഹാര അദാലത്ത്. ഔഷധേതര വിപണന മേഖലയിൽ പുതിയ ലേബർ കോഡുകളുടെ പശ്ചാത്തലത്തിൽ സമ്മർദ്ദ വിപണന രീതികൾ പിന്തുടരുന്ന കമ്പനി മാനേജ്മെന്റുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം. KMSRAയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് തൊഴിലാളി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സഹപാഠിയുടെ ജീവൻ രക്ഷിച്ച കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയും SPC കേഡറ്റുമായ മുഹമ്മദ് സഹൽ ഷഹസാദിനെ NDRF 4th ബറ്റാലിയന്റെയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ അനുമോദിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.